നമസ്കാരം. ധനുമാസത്തിലേക്കാണ് ഏവരും പ്രവേശിക്കാൻ പോകുന്നത്. മലയാള മാസങ്ങളിൽ 5ാമത്തെ മാസമാണ് ധനുമാസം. പരമശിവന് വളരെയധികം പ്രാധാന്യമുള്ള മാസം എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ സ്വർഗവാതിൽ ഏകാദശിയും ഈ മാസമാണ് വരുന്നത് എന്നതും ഈ മാസത്തിൻ്റെ പ്രാധാന്യം ഇരട്ടിപ്പിക്കുന്നതാകുന്നു. മഹാദേവന്റെ ജന്മമാസമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ധനുമാസം അവസാനിക്കുമ്പോൾ ശബരിമല മകരവിളക്ക് വരുന്നു എന്നതും പ്രധാനപ്പെട്ടതും നാം ഓർത്തിരിക്കേണ്ടതുമായ കാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ ധനുമാസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ ദിവസമാണ് 1-ാം തീയതി വരുന്നത്, ധനു 1. ഇന്നേ ദിവസം നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ മാസം മുഴുവനും വരിക. ആ മാസം മുഴുവനും അത്തരത്തിലുള്ള ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ ഏവരും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. പ്രത്യേകിച്ചും പരമശിവനുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീടുകളിൽ വന്നു ചേരും. ആദ്യം നാളെ കഴിക്കേണ്ട വഴിപാടിനെ കുറിച്ച് പറയാം. നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നാളെ പോകുമ്പോൾ തീർച്ചയായും അല്പം പുഷ്പങ്ങൾ കയ്യിൽ കരുതുകയും അത് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു വഴിപാടുണ്ട്. ആ വഴിപാട് നടത്തുവാൻ തീർച്ചയായും നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക. നാളെ ദർശനം നടത്തുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നാളെ ഭഗവാന് ജലധാരയും അതേപോലെ തന്നെ കൂവളമാലയും സമർപ്പിക്കുക. അതേപോലെ തന്നെ ശംഖുപുഷ്പം നാളെ ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. എന്നാൽ ഈ വഴിപാടുകൾ മാത്രം കഴിച്ചതുകൊണ്ട് നാളത്തെ ദിവസം പൂർണ്ണമായ ഫലം നിങ്ങളിൽ വന്ന് ചേരില്ല എന്ന് മനസ്സിലാക്കുക. അതിനായി തീർച്ചയായും മറക്കാതെ ഈ വഴിപാട് കൂടി നടത്തുക. എന്നാൽ മാത്രമേ ശിവക്ഷേത്രത്തിൽ ഏതൊരു വഴിപാട് നടത്തിയാലും പൂർണ്ണഫലം ലഭിക്കൂ. നടത്തേണ്ട വഴിപാട് പിൻവിളക്കാകുന്നു. പാർവതി ദേവിക്കായി നടത്തുന്ന ഒരു വഴിപാടാണ് പിൻവിളക്ക്. അതിനാൽ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ നാളെ ഈ വഴിപാടുകൾ നടത്തുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിൻവിളക്ക് കൂടി നടത്തുക. നാളെ ഭഗവാനെ പ്രാർത്ഥിച്ച് ശിവക്ഷേത്രത്തിൽ 108 തവണ പഞ്ചാക്ഷരി മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും ജപിക്കുവാൻ ശ്രമിക്കുക. ആ മാസം സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാകുന്നു. ഇനി ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. നാളെ മാസാദ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുക. ഈ മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മുൻപേ പരാമർശിച്ചിരുന്നു. ഈശ്വരാധീനം ഏറ്റവുമധികം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. അതിനാൽ തന്നെ ഈ മാസം നിത്യവും മുടക്കം കൂടാതെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുക. കാരണം ഈ മാസം നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പരമശിവന്റെ അനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും. ഇനി ഇന്നേ ദിവസം ചെയ്യേണ്ട വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നേ ദിവസം പരമശിവനെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് പ്രഥമമായി ചെയ്യേണ്ട കാര്യം. നിങ്ങൾ അതിരാവിലെ തന്നെ ഉണരുക. കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഇരിക്കുക എന്ന കാര്യം തീർച്ചയായും ഓർക്കുക. ഇന്നേ ദിവസം രാവിലെ തന്നെ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാകുന്നു. രാവിലെ ചില നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നത് വളരെ ശുഭകരമാകുന്നു. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. വിളക്ക് കൊളുത്തിയതിനു ശേഷം ഈ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുക. നാളെ ഭഗവാന് പ്രിയപ്പെട്ട ദിവസമായതിനാൽ തന്നെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ 1008 തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാകുന്നു. എന്നാൽ ഏവർക്കും ഇപ്രകാരം സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ 108 തവണ ജപിക്കുക. ഇനി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ 1008 തവണ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദർശനം നടത്തുകയും മുൻപ് പരാമർശിച്ചിരിക്കുന്ന ആ വഴിപാടുകൾ തീർച്ചയായും നിങ്ങൾ നടത്തുക.
സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ നാളെ നിർമാല്യ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. എന്നാൽ ഏവർക്കും അതിന് സാധിക്കണം എന്നില്ല. കാരണം ജോലി സംബന്ധമായി തിരക്കുകൾ ഉള്ളതിനാൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ നാളെ സന്ധ്യയ്ക്കെങ്കിലും ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. വൈകുന്നേരം ദർശനം നടത്തുമ്പോൾ ദീപാരാധന തന്നെ തൊഴാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ക്ഷേത്രത്തിൽ മാല വഴിപാട് ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി വിളക്ക് തെളിയിക്കുമ്പോൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. കാരണം നാളെ ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ മാസം മുഴുവൻ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുകയാണ് എങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്കും പ്രത്യേകിച്ചും ഉയർച്ച നേടുവാൻ സഹായകരമായി മാറും എന്ന് മനസ്സിലാക്കുക. നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ മഞ്ഞ പുഷ്പം അല്ലെങ്കിൽ വെളുത്ത പുഷ്പം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പരമശിവന്റെ കടാക്ഷം പെട്ടെന്ന് നിങ്ങളിൽ വന്നു ചേരും. ഭഗവാന് അല്പം ജലം നൽകിയാൽ പോലും ഭഗവാൻ അതിൽ പ്രസീതനാകുന്ന ദേവനാകുന്നു. അതിനാൽ തന്നെ നാളെ ഭഗവാന് ഈ പുഷ്പം സമർപ്പിക്കുവാൻ ശ്രമിക്കുക. ശംഖുപുഷ്പം ഭഗവാന് പ്രിയപ്പെട്ട പുഷ്പം തന്നെയാകുന്നു. ശംഖുപുഷ്പമുണ്ട് എങ്കിൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ നാളെ ഭഗവാന് ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. പ്രത്യേകിച്ചും വെള്ള ശംഖുപുഷ്പം നാളെ ഭഗവാന് സമർപ്പിക്കുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചയ്ക്ക് സഹായകരമായി മാറും. ഇനി വെള്ള ശംഖുപുഷ്പമില്ല എങ്കിൽ നീല ശംഖുപുഷ്പമായിരുന്നാലും ഭഗവാന് സമർപ്പിക്കുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എങ്കിലും നാളെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ സമർപ്പിക്കുകയാണ് എങ്കിൽ വിശേഷപ്പെട്ട ഫലങ്ങൾ തന്നെ വന്നു ചേരും. നാളെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക എന്ന കാര്യമാകുന്നു. വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ കൂടി ഏവരും ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യുക. ഏവർക്കും സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.